ഇത് ഈ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന കായിക ഇനം 1975 നിലവിൽ ഇന്ത്യയിൽ നടന്നു വരുന്നതാണ്. 75 മുതൽ. അപ്പൊ ഇതിനകത്ത് 2017 ഇതിന്റെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടാൻ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് ഈ പവർ ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഫെഡറേഷനിൽ ഉണ്ടായ ചില ഗ്രൂപ്പ് ഫോം ചെയ്ത് അങ്ങനെ ഉണ്ടായതാണ്. അതിനെ തുടർന്ന് 2017 ആലപ്പുഴയിൽ നടന്ന ദേശീയ മത്സരത്തോടുകൂടി ഈ ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഇതിന്റെ ദേശീയ ഫെഡറേഷൻ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ പേരില് അർജുന അവാർഡ് ജേതാവായ ശ്രീ PJ ജോസഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കും. അതിനെ തുടർന്ന് അതിന് ദേശീയ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം പറയുന്നത് 2017 മുതൽ നാളിതുവരെ ആ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷന് ഇന്ത്യയിൽ നിലവിലുള്ള സ്പോർട്സ് കോഡ് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കൃത്യമായി അതിന്റെ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് പോലെ സ്പോർട്സ് കോഡ് അനുസരിച്ച് അല്ല എന്നുള്ള കാരണത്താലും അതിന് നാളിതുവരെ ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത കാരണത്താലും സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷനുള്ള സംഘടനകൾക്ക് മാത്രമായിരിക്കും ദേശീയ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അംഗീകാരം കൊടുക്കുക. അപ്പൊ അതില്ലാന്ന കാരണത്താലാണ് നാളിതുവരെ ഇതിന് ഗവൺമെന്റ് അംഗീകാരം കൊടുക്കാതിരുന്നത്. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസില് അതിനു മുന്നേ തൊട്ടേ അംഗീകാരമുള്ള ഇതിന്റെ ഉപസംഘടനകളിൽ കേരളത്തിലൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. ആ അസോസിയേഷനെ പ്രതികരിച്ച് ദേശീയ മത്സരങ്ങളിലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും പങ്കെടുത്ത കായിക താരങ്ങൾക്ക് ഇപ്പോൾ ജോലിക്ക് ഗവൺമെന്റ് അവരെ പരിഗണിക്കുന്നില്ല. അതിന് കാരണം പറയുന്നത് ഈ ദേശീയ അംഗീകാരം ഇല്ല എന്നുള്ള കാരണമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ഫെഡറേഷനോട് ഇതിനെ അംഗീകാരത്തെ സംബന്ധിച്ച് ചോദിച്ചു. അതിനെ തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളിൽ സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയെ ഫെഡറേഷൻ ഈ അംഗീകാരമില്ലാത്ത ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്തുവെന്ന് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ചു. അപ്പോ മത്സരങ്ങൾക്ക് ഇപ്പോ ഒരു നേതൃനിരയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു മേൽനോട്ടം എന്നുള്ളതിൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കുട്ടികള് ഈ ഗ്രാൻഡും അതൊന്നും കിട്ടാതെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ടൂറിസ്റ്റ് വിസയിലാണ്. അതൊക്കെ ഇപ്പോഴാണ് അത് വരുന്നത്. അതിന് ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പിള്ളേരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് വിസയിലാണ്. കേരള ഗവൺമെന്റ് സ്പോർട്സ് കൗൺസിൽ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരം ഇല്ലാതെ വിദേശത്ത് മത്സരങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത് ടൂറിസ്റ്റ് വിസയിലാണെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. അതോടൊപ്പം 2017 മുതൽ 2019 വരെ ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിലെല്ലാം റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ മുഴുവൻ ഈ പങ്കെടുത്ത കായിക താരങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇപ്പോ ജോലി നിഷേധിച്ചത് ഈ കാരണത്താലാണെന്ന് വരുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പലരും ബോധവാന്മാരാകുന്നു. അപ്പൊ ഇതിന് ആ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ അറിയിച്ചു. പിന്നെ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ഭാരവാഹികൾ നടത്തിയ പരിശോധനയിൽ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യക്ക് പേരില് ഈ മത്സരങ്ങൾ ദേശീയ മത്സരങ്ങൾ നടത്തുമ്പോഴും അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുമ്പോഴും ഈ ഡൊണേഷൻ സ്വീകരിച്ചിട്ട് അത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ കാണിക്കാതെ സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ അക്കൗണ്ടിൽ കൂടെ അത് സ്വന്തം ആവശ്യത്തിലേക്ക് എടുത്തതായിട്ടൊക്കെ ഇപ്പോൾ മനസ്സിലായി. ഇതിനെ സംബന്ധിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ കേരളത്തിൽ ഹെഡ്ക്വാർട്ടർ ആയതുകൊണ്ട് ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 2 FIR ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ അടുത്ത ഒരു പരാതിയിൽ അന്വേഷണം നടക്കുന്നു ഈ അക്കൗണ്ടിൽ തിരിമറി നടത്തിയതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനകത്തൊന്നും കക്ഷികളല്ലാത്ത കായിക താരങ്ങളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ദേശീയ അംഗീകാരമില്ല. അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ 2 റിട്ട് ഹർജികൾ
പരിഗണനയിലുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ ഇതിന് കേരള ഗവൺമെന്റ് സ്പോർട്സ് കൗൺസിലുമായി ചേർന്നിട്ട് വേണ്ട നടപടി ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയിലെ ഭാരവാഹികൾക്കെതിരെ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ അസോസിയേഷന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിനെ സംബന്ധിച്ച് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ എഴുതി തന്നതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതെ, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ. അത് 3 മാസമായി ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ട്. റെയിൽവേയിലെ താരമാണ് ആദ്യമായി പരാതി കൊടുത്തത്. റെയിൽവേയിലൊരു താരം. 17 മുതൽ ഈ സമയം വരെ ദേശീയ അംഗീകാരം ഇല്ലാതെയാണ് ഈ കുട്ടികളെ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിലെല്ലാം ദേശീയ അംഗീകാരം ഉണ്ടെന്ന് രേഖപ്പെടുത്തി. അവസാനം കേരള ഗവൺമെന്റ് കായിക താരങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള നിയമനങ്ങളുണ്ടല്ലോ, അതിന് അപേക്ഷ വന്നപ്പോൾ കേരള ഗവൺമെന്റിന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഇതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ സ്പോർട്സ് കൗൺസിലിനോട് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉള്ളത് പവർ ലിഫ്റ്റിംഗിനാണെന്നും, അപ്പൊ അവർക്ക് ഇതിന്റെ ഈ ഇത് ഡിവൈഡ് ചെയ്യുന്നതിനകത്തുള്ള തർക്കം വന്നപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതിന് പവർ ലിഫ്റ്റിംഗിന് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് GAD തീരുമാനമെടുത്തു, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ സ്പോർട്സ് കൗൺസിലിലോട്ട് അവർ ചോദിച്ചു. ഗവൺമെന്റ് ചോദിച്ചപ്പോൾ സ്പോർട്സ് കൗൺസിലിന് കൊടുത്ത മറുപടി കത്ത് ഇതിന് ദേശീയ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്പോർട്സ് കൗൺസിൽ കത്ത് കൊടുത്തു. അപ്പൊ കുട്ടികള് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണലിന്റെ വിധി ഈ കഴിഞ്ഞ 6/7/2024 ഈ മാസം 6/7/2024 ഈ അപേക്ഷകർക്കെല്ലാം അവർ മറുപടി കൊടുത്തു. ഒരിക്കലും ഇത് അംഗീകാരമില്ല, പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കുട്ടികളുടെ എൻട്രി ഫീസും ഓരോ ജില്ലാ അസോസിയേഷൻ എൻട്രി ഫീസും ഒക്കെ നടത്തിയ മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അങ്ങനെയാണ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ അക്കൗണ്ടിനകത്ത് പരിശോധനകളൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വന്നപ്പോൾ ഇതിന്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാള് അറിയാതെ ട്രഷററും ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി PJ ജോസഫ്, അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം വന്ന പ്രസിഡന്റും ഇപ്പൊ കാനറ ബാങ്കിന്റെ മെർജ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് ബാങ്കിന്റെ മാനേജർ പോസ്റ്റ് ഇരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇതിന്റെ അക്കൗണ്ടിനകത്ത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പേരിലൊക്കെ ഡൊണേഷൻ സ്വീകരിച്ചിട്ട് പിന്നെ തിരിമറി നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം ഇപ്പൊ പോലീസ് കേസ് ആയിട്ടുണ്ട്. സൗത്ത് പോലീസ് സ്റ്റേഷൻ തന്നെ അക്കൗണ്ടിനെ സംബന്ധിച്ച് പെറ്റീഷൻ അവർ എൻക്വയറിയിലാണ് കൊടുത്തിട്ട് ഒരു 4 ദിവസം 5 ദിവസം ആയിട്ടുള്ള FIR ഈ ദിവസങ്ങളിൽ ഇടുമെന്നാണ് അറിയിക്കുന്നത്. സ്പോർട്സ് കൗൺസില് 2023 വരെ ഓരോ വർഷവും ഇതിന്റെ റെക്കഗ്നേഷനെ സംബന്ധിച്ച് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യക്കും സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കത്ത് കൊടുത്തിട്ടുണ്ട്, അറിയിക്കാൻ പറഞ്ഞിട്ട്. അതിന് മുഴുവൻ ഇത് പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇത് ദേശീയ അംഗീകാരത്തിന്റെ ഇതിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഈ ശ്രീ PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്, നിലവിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പറുമാണ്. അപ്പൊ ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് സ്പോർട്സ് കൗൺസിലിനെ കവർ ചെയ്തിരുന്നു ഇത്രയും നാൾ. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോൾ ഇപ്പൊ ഗവൺമെന്റ് ഇത്തിരി സാമ്പത്തിക പ്രതിസന്ധി വരുന്നതിന് മുമ്പ് വരെ കൃത്യമായി പിള്ളേർക്കുള്ള ടീം ഇതെല്ലാം കൊടുത്തിരുന്നു സ്പോർട്സ് കൗൺസിൽ. പക്ഷെ അത് ദേശീയ അംഗീകാരം ഉണ്ടെന്നുള്ള ഇതിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇന്ത്യയിലെ നിലവിലുള്ള സ്പോർട്സ് കോഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി അല്ലാന്ന് കണ്ടിട്ടാണ് അവർ റെക്കഗ്നീഷൻ കൊടുക്കാറ്. സ്കൂൾ മീറ്റിലും യൂണിവേഴ്സിറ്റി മീറ്റിലും ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്ന ഒത്തിരി കുട്ടികൾ കേരളത്തിലുണ്ട്. സംസ്ഥാനത്തും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ സ്കൂൾ മീറ്റിലുണ്ട് പവർ ലിഫ്റ്റിംഗ്, യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, വേൾഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ
കുട്ടികൾ നമുക്ക് പവർ ലിഫ്റ്റിംഗിലുണ്ട്. അപ്പൊ ഇപ്പോ കേരള ഹൈക്കോടതിയിൽ നിലവിൽ നിൽക്കുന്ന ഒരു റിട്ടിനകത്ത് ആവശ്യപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വളരെ അടിയന്തരമായിട്ട് ഈ ഗെയിമിന്റെ നടത്തിപ്പിലേക്ക് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് റിട്ട് ഹർജി നിൽക്കുന്നുണ്ട്. അതിന്റെ ലാസ്റ്റ് പോസ്റ്റിംഗ് 23-ാം തീയതി ആയിരുന്നു, ഈ കഴിഞ്ഞ 23-ാം തീയതി. അല്ല, ഈ ദേശീയ അംഗീകാരം ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയുണ്ടല്ലോ. പിന്നെ ഓരോ ആൾക്കാര് ഈ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്നു. അപ്പൊ അതിനെതിരെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയമനത്തിൽ ഇപ്പൊ ക്രിക്കറ്റിനൊക്കെ ലോക കമ്മിറ്റിയൊക്കെ വന്നില്ലേ ഇതുപോലെ പ്രതിസന്ധി. അപ്പൊ അതുപോലെ ഒരു കമ്മിറ്റി ഇടപെട്ടിട്ട് ഇത് മാനേജ് ചെയ്യണോ എന്നുള്ള ഒരു തരത്തിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫൈനൽ സ്റ്റേജിലാണ് അതിന്റെ ഓർഡേഴ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു 23. അപ്പൊ അന്ന് അസൗകര്യം കാരണം മാറ്റി വെച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതി. കോൺടാക്ട് നമ്പർ 9846851049 9846851049. ഇവിടെ ഇപ്പൊ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തേക്കുന്നത് കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഷൈജു സി എസ്, സെക്രട്ടറി ജോസഫ് സ്റ്റാൻലി, ട്രഷറർ പ്രഭാകരൻ കെ, വൈസ് പ്രസിഡന്റ് വേണുജി നായർ, പിന്നെ വൈസ് പ്രസിഡന്റ് രാജു പി വി, ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സലീഷ് വി, എക്സിക്യൂട്ടീവ് മെമ്പർ വൈസ് പ്രസിഡന്റ് ആലപ്പുഴ ജില്ലാ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സലീഷ് കുമാർ വി. ഈ കേസ് 2 FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ. 3ാമത്തെ ഈ അക്കൗണ്ടിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുകേഷ്, ട്രഷറർ പ്രമോദ്, ഇത്രയും പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ 2 FIR ശ്രീ PJ ജോസഫിനെതിരെ നിലവിലുണ്ട്. പിന്നെ ഒരെണ്ണം ഇപ്പോ ഈ അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റിൽ കണ്ട തിരിമറി വെച്ചിട്ട് അതിന് ഒരു പെറ്റീഷൻ എൻക്വയറിക്ക് വിളിച്ചു. പെറ്റീഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ FIR ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഇൻവെസ്റ്റിഗേഷനിലാണ്. ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ച് 2 റിട്ട് നിലവിലുണ്ട്. ഒന്ന്, ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ ഇങ്ങനെ കുട്ടികളെ ഈ മത്സരങ്ങൾക്കെതിരെ കാണിച്ചിട്ടുള്ള ഈ വഞ്ചനാപരമായ കാര്യങ്ങൾ അവസാനിപ്പിച്ച് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഈ ഇവന്റിന്റെ നടത്തിപ്പിന് ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യണമെന്നാണ് അതിനകത്ത് ആവശ്യം. ഒരു റിട്ടിനകത്ത് ഇടപെട്ടു. അതാണ് അത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ ശ്രീ PJ ജോസഫ് ഈ ബാങ്കിന്റെ മാനേജർ ആയിരുന്നപ്പോഴാണ് ഇതിന്റെ അക്കൗണ്ട് അങ്ങോട്ട് മാറ്റിയത്. അതിനുശേഷം വന്ന പ്രസിഡന്റ് 2023 വരെ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള് ഈ ബാങ്കിലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ മിനിറ്റ്സിൽ ട്രഷററും സെക്രട്ടറിയും മാത്രം ആക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ ബാങ്കിന് ഈ മിനിറ്റ്സിന് കോപ്പി കൊടുക്കാതെ ബാങ്കിൽ ഈ സ്വാധീനം ഉപയോഗിച്ചിട്ട് പ്രസിഡന്റും ട്രഷററും കൂടെ ചേർന്നിട്ടാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടറിയുടെ ഒരു അറിവില്ല. അക്കൗണ്ട്സിൽ സെക്രട്ടറിക്ക് കൊടുത്തേക്കുന്ന അക്കൗണ്ട്സ് ഒരു സാധനം ട്രഷറർ ഇത് ചെയ്തിട്ടില്ല. അത് ഈ ബാങ്കിലെ സ്വാധീനം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കാനറ ബാങ്ക് ആലപ്പുഴ ബ്രാഞ്ച്, അതായത് ഏറ്റവും കുറഞ്ഞത് 40 ലക്ഷത്തിന് മുകളിലാണ് ക്രെഡിറ്റഡ് എമൗണ്ട് ഈ അക്കൗണ്ടിൽ. അത്രയൊന്നും സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒന്നും സ്ഥലത്തും ഇവിടെ നമ്മൾ കൈപ്പറ്റിയിട്ടില്ല. അത് 90 ലക്ഷത്തിന് മേളിൽ വരെ വർഷം വന്നിട്ടുണ്ട്. 2017 മുതൽ 23 വരെ ചെക്ക് ചെയ്തപ്പോൾ. അപ്പൊ ഈ പൈസ ഡൊണേഷനായിട്ടും ശരിക്കും അതിനകത്ത് വരാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ജില്ലാ അസോസിയേഷനുകൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് എൻട്രി ഫീ അയക്കുന്ന പൈസ.
സ്പോൺസർഷിപ്പ് ഒന്നും സംസ്ഥാന അസോസിയേഷൻ നേരിട്ട് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. ഈ പൈസ വന്നിരിക്കുന്ന ഇപ്പൊ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് കുറെ അതിന്റെ അന്വേഷണം നടക്കുന്നതിന് മനസ്സിലാകുന്നതെന്ന് പറയുന്നത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ നടത്തുന്ന മത്സരങ്ങൾക്ക് ഡൊണേഷൻ വാങ്ങിച്ചിട്ട് അത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ അക്കൗണ്ട് ഈ ബാങ്കിൽ തന്നെയാണ്, അവിടെ കൊടുക്കാതെ ഈ അക്കൗണ്ടുകൂടെ കയറ്റിയിട്ട് ഇവർ സ്വന്തം പേരിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. PJ ജോസഫിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ പൈസ. അത് ഈ ബാങ്കിലെ ആ ഒരു സൗകര്യം മുതലെടുത്താ ചെയ്തിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടർ ആലപ്പുഴ ആയതുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലും വരും. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ലിമിറ്റിലാണ് ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കാര്യം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വ്യക്തി ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ട് നിലവിൽ തുടരുന്നുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കായിക ഇനത്തെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ സ്പോർട്സ് കൗൺസിലിൽ തിരിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പവർ ലിഫ്റ്റിംഗിനെ പ്രതികരിച്ച് ഈ PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഇപ്പൊ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ മെമ്പറുമാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫോണിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം കൂടുതൽ ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ. എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാണുന്നുണ്ടെങ്കിൽ റിട്ട് ഹർജിയുടെയൊക്കെ കോപ്പി ഇവിടെ ഉണ്ട്. FIR നമ്പറുകളും അറിയാം. എന്തെങ്കിലും സ്റ്റേഷനിൽ വിളിച്ചാലും കിട്ടും. അപ്പോ സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ പേരിൽ ഈ പ്രസ് മീറ്റിംഗിന് എത്തിച്ചേർന്ന എല്ലാ ബഹുമാന്യ പ്രസ് അംഗങ്ങൾക്കും സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും.